നമസ്കാരം. എല്ലാവർക്കും ആദീസ് എഡ്യു വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വൈദ്യുതിയും വൈദ്യുത ഉപകരണങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി, ഒരു ഉപകരണത്തിൽ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി അത് മറ്റൊരു രീതിയിലോട്ട് മാറ്റം ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ഊർജ്ജമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഊർജ്ജമാറ്റം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ബൾബ്. പലതരത്തിലുള്ള ബൾബുകൾ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബൾബിൽ എങ്ങനെയാണ് ഊർജ്ജമാറ്റം സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ബൾബിൽ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതോർജ്ജം അത് പ്രകാശോർജ്ജമായിട്ടാണ് മാറുന്നത്. എന്നാൽ നമുക്ക് പ്രകാശം കിട്ടാനല്ലേ ബൾബ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അടുത്തതാണ് ഫാൻ. ഫാൻ നമ്മൾ ഇപ്പോൾ ചൂടുകാലമൊക്കെയാണ്, നമുക്ക് ഫാൻ ഇല്ലാതെ കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഫാനിൽ എങ്ങനെയാണ് ഊർജ്ജമാറ്റം സംഭവിക്കുന്നത് നോക്കാം. നമ്മൾ കൊടുക്കുന്ന കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം അത് യാന്ത്രികോർജ്ജമായി മാറുന്നു. അങ്ങനെയാണ് ഫാനിൻ്റെ ലീഫുകൾ കറങ്ങുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. അടുത്ത ഒരു ഉപകരണമാണ് ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് സാധനങ്ങളൊക്കെ പാകം ചെയ്തെടുക്കാൻ, ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതോർജ്ജം അവിടെ താപോർജ്ജമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ആ താപത്തെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേവുന്നതൊക്കെ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അടുത്ത ഒരു ഉപകരണമാണ് സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററീസ് നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ്, പിന്നെ ടോയ്സ്, പിന്നെ ബാറ്ററിയിലെ കാറിൻ്റെ ബാറ്ററി, അതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോറേജ് ബാറ്ററീസിൽ നമ്മൾ കൊടുക്കുന്ന വൈദ്യുതോർജ്ജം അവിടെ രാസോർജ്ജമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉപകരണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ചുറ്റും ധാരാളം ഉപകരണങ്ങളുണ്ട്. നിങ്ങൾക്കത് ഓരോ ഉപകരണങ്ങളെടുത്ത് സ്വയം കണ്ടുപിടിക്കാം എങ്ങനെയൊക്കെയാണ് മാറ്റം സംഭവിക്കുന്നതെന്ന്. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്തു നോക്കാം. അതായത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നിക്രോം കമ്പി എടുത്തിട്ടുണ്ട്, ഒരു 6 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ നിക്രോം കമ്പി നമ്മൾ 6 വോൾട്ട് ബാറ്ററി ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു ഒരു സ്വിച്ച് വഴി. ഇതൊരു സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയിലൂടെയുള്ള കറണ്ട് ഫ്ലോ, അതായത് കുറച്ച് നേരം ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പോൾ ഈ നിക്രോം കമ്പിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. കുറച്ച് നേരം കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ഈ നിക്രോം കമ്പി റെഡ് ഹോട്ട് കണ്ടീഷനിലോട്ട് മാറും. അതായത് ചുട്ടുപഴുത്ത നിറം, ആ ചുമന്ന കളറിൽ ചുട്ടുപഴുത്തിരിക്കും. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വൈദ്യുത പ്രവാഹം, ഇലക്ട്രിക് കറണ്ട് ഈ നിക്രോം കമ്പി ചൂടാവാനായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വൈദ്യുതി കൊടുക്കുമ്പോൾ അവിടെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇവിടുത്തെ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് 6 ഓം റെസിസ്റ്ററുണ്ട്. ഈ 6 ഓം റെസിസ്റ്റൻസിൻ്റെ എൻ പോയിൻറ്റ്സാണ് എക്സും വൈയും. നമ്മളിവിടെ ഇവിടെ ഒരു വോൾട്ട്മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. വോൾട്ട്മീറ്റർ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അമ്മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കറണ്ട് ഐ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു വി വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വി വോൾട്ടേജ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ സർക്യൂട്ടിൽ ഒരു ഐ കറണ്ട് രൂപപ്പെടുന്നു. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ, അതായത് കറണ്ട്, ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയുള്ള ചാർജ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു Q/T. ടി സമയം എത്ര ചാർജ് അതിലൂടെ ഫ്ലോ ചെയ്തു, ഒഴുകി, അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ T സെക്കൻഡ് കൊണ്ട് ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന ചാർജിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Q ഈസ് ഈക്വൽ ടു, അതായത് I × T. അതായത് T സെക്കൻഡ് ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് I × T ആണ്.
ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. ഒരു കൂളോം ചാർജിനെ, അതായത് ഒരു കൂളോം ചാർജിനെ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ജൂൾ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഒന്നും കൂടി മനസ്സിലാക്കാം. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് നമുക്ക് ഒരു കൂളോം ചാർജിനെ മൂവ് ചെയ്യിക്കണം, അതിനെ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ജൂൾ പ്രവൃത്തി ചെയ്തു. അതായത് പ്രവൃത്തിയുടെ യൂണിറ്റ് ആണല്ലോ ജൂൾ. അപ്പോൾ 1 ജൂൾ പ്രവൃത്തിയാണ് അവിടെ ചെയ്തത്. അപ്പോൾ 1 ജൂൾ പ്രവൃത്തി ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ എൻഡ് പോയിൻറ്റ്സിന് ഇടയ്ക്ക് ഉണ്ടായത്, അതായത് അവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആണ്. അതായത് ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്കു ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. നമ്മൾ ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന്, റെസിസ്റ്ററിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ് 1 ജൂൾ. അപ്പോൾ അവിടെ ഉണ്ടായ പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ടേജ് ആയിരിക്കും. The potential difference between 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the another. അടുത്ത നമുക്ക് ജൂൾ നിയമം പഠിക്കാം. ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ നിയമം കണ്ടുപിടിച്ചതും. അതുകൊണ്ടാണ് ഈ നിയമത്തിന് ജൂൾ നിയമം എന്ന് പറയുന്നത്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുകയാണ്, അപ്പോൾ അവിടെ ഒരു താപമുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ താപത്തിൻ്റെ അളവ് എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാണ് ഈ നിയമം പറയുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് എച്ച് നേരനുപാതത്തിലാണ് എന്തിനോട്, ആ ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ സ്ക്വയറിന്, പിന്നെ ആ ചാലകത്തിൻ്റെ പ്രതിരോധത്തിന്. എത്ര സമയമാണ് ആ ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചത്, ആ സമയത്തിന്. ഇതിന് മൂന്നിനും നേരനുപാതത്തിലായിരിക്കും. അതായത് ഈ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്, ഈ ചാലകത്തിലൂടെയുള്ള പ്രതിരോധത്തിന്, വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്, ഇതിന് മൂന്നിനും നേരനുപാതത്തിലായിരിക്കും. ഇപ്പോൾ H=I²RT. ഇതാണ് ജൂൾ നിയമം പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി കൂടി ഞാനൊന്ന് പറയാം. Joule's law. The heat generated in a current carrying conductor is directly proportional to the product of the square of the current in the conductor, the resistance of the conductor and the time of flow of current. അതായത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എച്ച് എന്തിനൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇതിലൂടെ, അതായത് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയറിനോട്, റെസിസ്റ്റൻസിനോട്, ടൈമിനോട്, ഇതിന് മൂന്നിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് ഇതിൻ്റെ മൂന്നിൻ്റെയും ഗുണനഫലത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. H=I²RT. നമ്മളിപ്പോൾ ജൂൾസ് നിയമമാണ് പഠിച്ചത്. അപ്പോൾ ജൂൾസ് നിയമം വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. H=I²RT. ഫസ്റ്റ് ഇക്വേഷൻ. ഐയും ആറും ടിയും അറിയാമെങ്കിലാണ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ജൂൾസ് ലോ വെച്ചിട്ട് പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം പോരാ, വേറെ 1-2 ഇക്വേഷൻസ് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് പഠിക്കാം. നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. H=IR×I, അതായത് 2I² ഇൻറ്റു ടി. നമുക്കറിയാം V=IR എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ IRന് പകരം നമുക്കിവിടെ എന്തെഴുതാം, V എന്ന് എഴുതാം. V×I×T. അപ്പോൾ H=VIT. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ വോൾട്ടേജും കറണ്ടും ടൈമും തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, താപത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. V=IR ആണ് നമുക്കറിയാലോ. അപ്പോൾ ഐയെ നമുക്ക് എങ്ങനെ എഴുതാം, V/R
V/R. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുകയാണ്. V ഇൻറ്റു ഈ ഐക്ക് പകരം V/R എന്ന് കൊടുത്തു ഇൻറ്റു T. അപ്പോൾ എങ്ങനെ വന്നു? V² T/R. അപ്പോൾ H is equal to V² T/R. അതാണ് തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വിയും അതായത് വോൾട്ടേജും ടൈമും റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ആവുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിവിടെ 3 ഇക്വേഷൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. H is equal to I²RT, H is equal to VIT, H is equal to V² T/R. ആദ്യത്തെ ഇക്വേഷനിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് അവിടെയുള്ള കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം ഇത് 3 ഉണ്ടെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ ഇക്വേഷനകത്ത് വോൾട്ടേജും കറണ്ടും ടൈമും ഉണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ആവുന്ന ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. മൂന്നാമത്തെ ഇക്വേഷനിൽ വോൾട്ടേജും ടൈമും റെസിസ്റ്റൻസും, അതായത് നമുക്ക് 3 ഇക്വേഷൻസ് വെച്ചിട്ടും നമുക്ക് ജൂൾസ് ലോയിലെ പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമുക്ക് പാഠപുസ്തകത്തിൽ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ടേബിൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ തന്നെയുള്ള ടേബിളാണ്. അതെങ്ങനെയാണ് അതൊന്നും നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാലകത്തിൻ്റെ പ്രതിരോധം കൊടുത്തിട്ടുണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത I കൊടുത്തിട്ടുണ്ട്, വൈദ്യുതി പ്രവഹിച്ച സമയം T കൊടുത്തിട്ടുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആ താപം ഇപ്പോൾ H is equal to I²RT എന്ന് പഠിച്ചില്ലേ? അപ്പോൾ ആ താപത്തിലുണ്ടായ മാറ്റം എത്രയാണെന്ന് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, 2R ചാലകത്തിൻ്റെ പ്രതിരോധം 2R ആയി. അപ്പോൾ എന്തായി? ഇരട്ടിയായി. R എന്നുള്ളത് 2R ആയി. വൈദ്യുത പ്രവാഹ തീവ്രത I അങ്ങനെ തന്നെ, ടൈമും അങ്ങനെ തന്നെ T തന്നെ. അപ്പോൾ എന്ത് ചെയ്തു? I²RTക്ക് പകരം 2I²RT ആയി അവിടെ. H is equal to 2I²RT. അപ്പോൾ നമ്മുടെ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം I²RT അല്ലേ? അപ്പോൾ ഇത് 2I²RT എന്ന് പറയുമ്പോൾ എന്തായി? 2 മടങ്ങായിട്ട് മാറി. അതാണ് താപത്തിലുണ്ടായ മാറ്റം 2 മടങ്ങെന്ന് എഴുതിയേക്കുന്നത്. ഇനി അടുത്തത് R റെസിസ്റ്റൻസ് എന്തായി? അങ്ങനെ തന്നെ വൈദ്യുത പ്രവഹിക്കുന്ന, അതായത് വൈദ്യുത പ്രവാഹ തീവ്രത 2 മടങ്ങായി, അതാണ് 2I ആയി. അപ്പോൾ വൈദ്യുതി പ്രവഹിച്ച സമയവും T തന്നെ. അങ്ങനെയാണെങ്കിൽ 4I²RT ആയിട്ടാണ് മാറുന്നത്. അതായത് അവിടെ താപത്തിലുണ്ടായ മാറ്റം 4 മടങ്ങ്. ഞാൻ നിങ്ങൾക്കിത് പ്രോബ്ലം പോലെ കാണിച്ചു തരാം, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. H കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, I²RT. ഇവിടെ I എന്നുള്ളത് 2I ആയിട്ട് മാറി. R തന്നെ, Tയും T മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. Iക്ക് പകരം എന്ത് കൊടുക്കണം? 2I². Rഉം Tക്കും മാറ്റമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ 2I എന്ന് പറയുമ്പോൾ 4I² എന്നായില്ലേ? 4I²RT. അപ്പോൾ 4 മടങ്ങായി, 4I²RT ആയി. അപ്പോൾ താപത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 മടങ്ങ്. അടുത്തതിനകത്ത് I സെയിം തന്നെ, മാറ്റമൊന്നുമില്ല. പക്ഷെ റെസിസ്റ്റൻസ് R/2 ആയി, അതായത് റെസിസ്റ്റൻസ് പകുതിയായി. ടൈമിനും വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. H is equal to I². ആറിന് പകരം എന്ത് ചെയ്യാം? R/2 പകുതിയായില്ലേ? R/2 ഇൻറ്റു T. അപ്പോൾ I²RT/2, അതായത് 1/2 ഇൻറ്റു I²RT. ഈ 1/2 എന്ന് പറയുമ്പോൾ ഈ I²RT പകുതിയായി, 1/2 ഇൻറ്റു I²RT അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടായ താപമാറ്റം എന്ന് പറഞ്ഞാൽ ഇത് പകുതിയായിട്ട് മാറുന്നു. അടുത്തതിനകത്ത് I പകുതിയായിട്ട് മാറുന്നു, I/2 ആയിട്ട് മാറുന്നു. R സെയിം തന്നെ, Tയും സെയിം തന്നെ. നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. H is equal to Iക്ക് പകരം എന്ത് കൊടുക്കണം? I/2² ഇൻറ്റു R ഇൻറ്റു T. അപ്പോൾ I²/2² എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു R ഇൻറ്റു T. അപ്പോൾ 1/4 ഇൻറ്റു
ഐ സ്ക്വയർ ആർ ടി. ഇപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ഉണ്ടായ താപത്തിലുണ്ടായ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1/4 ആയിട്ട് മാറി. അതായത് 4/1 കുറഞ്ഞു. അടുത്തതിൽ 6 സെയിം തന്നെ I/2 ആയിട്ട് മാറും, പകുതിയായിട്ട് മാറും. ടി തന്നെ. അപ്പോൾ H = I സ്ക്വയർ ആർ ടി. ഇവിടെ ഐക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? I/2 സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. അപ്പോൾ I സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു ആർ ഇൻറ്റു ടി. നമുക്ക് എന്ത് എഴുതാം? 1/4 ഇൻറ്റു I സ്ക്വയർ ആർ ടി. അപ്പോൾ താപത്തിലുണ്ടായ മാറ്റം എന്താണ്? 1/4 ആയിട്ട് അത് കുറഞ്ഞു. അടുത്തത് I സെയിം തന്നെ, I തന്നെ, ആറും 6 തന്നെ, ടി 2T ആയിട്ട് മാറുകയാണ്. ടൈം ഡബിളായിട്ട് മാറുകയാണ്. അപ്പോൾ H = I സ്ക്വയർ ആർ ടി അല്ല നമ്മുടെ ഇക്വേഷൻ. അതിൽ I സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കണം? 2 ഇൻറ്റു ടി എന്ന് കൊടുക്കണം. അപ്പോൾ I സ്ക്വയർ, അതായത് 2I സ്ക്വയർ ആർ ടി എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ 2 മടങ്ങാണ് വ്യത്യാസം സംഭവിച്ചത്. ഈ 2 ഇവിടേക്ക് എടുത്തു, 2 ഇൻറ്റു I സ്ക്വയർ ആർ ടി. ഇപ്പോൾ ടൈം ഡബിളായി കഴിഞ്ഞപ്പോൾ താപത്തിലുണ്ടായ വ്യത്യാസം എന്താണ്? 2 മടങ്ങായിട്ട് മാറി. അടുത്തത് I തന്നെ, 6ഉം 6 തന്നെ, സെയിം തന്നെ, T/2 ആയി. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സമയത്തിൻ്റെ പകുതിയായിട്ട് മാറി. അപ്പോൾ H = I സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? T/2. അപ്പോൾ I സ്ക്വയർ ആർ T/2 അല്ലെങ്കിൽ 1/2 ഇൻറ്റു I സ്ക്വയർ ആർ ടി. അപ്പോൾ ഇവിടെ താപത്തിലുണ്ടായ മാറ്റം എന്താണ്? പകുതിയായിട്ട് കുറഞ്ഞു. 1/2 ഇൻറ്റു I സ്ക്വയർ ആർ ടി അല്ലേ? അപ്പോൾ താപത്തിലുണ്ടായ വ്യത്യാസം പകുതിയാവുകയാണ് ചെയ്യുന്നത്. H പകുതിയായിട്ട് മാറി. നമുക്ക് ആ ടേബിൾ ഒന്നുകൂടി നോക്കാം. ചാലകത്തിൻ്റെ പ്രതിരോധം ഇരട്ടിയായി കഴിയുമ്പോൾ താപത്തിലുണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്? അത് 2 മടങ്ങായിട്ട് മാറുകയാണ്. പിന്നെ വൈദ്യുത പ്രവാഹ തീവ്രത ഇരട്ടിയാക്കുമ്പോഴോ 2 മടങ്ങാവുമ്പോഴോ താപത്തിലുണ്ടായ മാറ്റം അത് 4 മടങ്ങാവുകയാണ് ചെയ്യുന്നത്. ചാലകത്തിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പകുതിയായി കഴിയുമ്പോൾ താപത്തിലുണ്ടാകുന്ന വ്യത്യാസം അത് അവിടെ ഉണ്ടാകുന്ന താപം പകുതിയായി മാറുന്നു. വൈദ്യുത പ്രവാഹ തീവ്രത അതായത് I/2 ആവുമ്പോൾ താപത്തിലുണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്? അത് 4/1 കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ വൈദ്യുതി പ്രവഹിച്ച സമയം ഡബിൾ ആവുന്നു. 2 മടങ്ങായി കഴിയുമ്പോൾ താപത്തിലുണ്ടായ വ്യത്യാസവും 2 മടങ്ങായിട്ട് മാറുന്നു. വൈദ്യുത പ്രവഹിച്ച സമയം പകുതിയായി മാറുമ്പോൾ താപത്തിലുണ്ടായ മാറ്റവും പകുതിയാവുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ വൈദ്യുത പ്രവാഹ തീവ്രതയ്ക്കുണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് വ്യത്യാസം, അതായത് അതിൻ്റെ ഇരട്ടി വ്യത്യാസം സംഭവിക്കുന്നു. കറണ്ടിനുണ്ടാവുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് അത് 4 മടങ്ങാവുകയും 4 മടങ്ങായി കൂടുകയും 4/1 കുറയുകയൊക്കെ ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഗ്ഗമല്ല ഇവിടെ വന്നേക്കണേ, I സ്ക്വയർ ആയതുകൊണ്ടാണ്. ബാക്കിയെല്ലാം അത് ഒന്നെങ്കിൽ 2 മടങ്ങായിട്ട് മാറുന്നു അല്ലെങ്കിൽ പകുതിയായിട്ട് കുറയുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലായത്.